SIR എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. ഈ കിട്ടിയിരിക്കുന്ന ഫോമിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. നിങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ വോട്ടർ ID നമ്പർ, അതാണ് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ മേൽവിലാസം, ക്രമ നമ്പർ എന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾ ചെയ്യുന്ന വോട്ടർ പട്ടികയിലുള്ള ക്രമ നമ്പറും, അതുപോലെ തന്നെ ഭാഗം നമ്പർ, നിങ്ങൾ ഏത് സ്കൂളിലാണോ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് അതിൻ്റെ ക്രമ നമ്പറും മേൽവിലാസവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ 3 സെക്ഷനായിട്ട് തിരിക്കാം. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് തികച്ചും പുതിയ വിവരങ്ങൾ മാത്രം, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് പുതിയ വിവരങ്ങൾ മാത്രം. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 2002 നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണ്, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുടെ ആ പഴയ വിവരം കംപ്ലീറ്റ് ഇവിടെ കൊടുക്കണം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ 2002 വോട്ടർ പട്ടികയിൽ ഇല്ല, നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കേണ്ടത്. ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പുതിയ വിവരങ്ങൾ മാത്രമാണ് കൊടുക്കേണ്ടത്. ജനനത്തീയതി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, അത് കൃത്യമായിട്ട് ഇവിടെ ഫിൽ ചെയ്യുക. ആധാർ നമ്പർ ഓപ്ഷനിലാണ്. നിങ്ങളുടെ ആധാർ നമ്പർ ഈ ഫോമിൽ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം ഓപ്ഷനിലാണ്. മൊബൈൽ നമ്പർ കൊടുക്കണം. പിതാവിൻ്റെ ഒരു രക്ഷിതാവിൻ്റെ പേര് ഇവിടെ കൊടുക്കണം. മാതാവിൻ്റെ ഒരു രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവേണ്ട. നിങ്ങളുടെ വോട്ടർ ID നമ്പർ നിലവിലൂടെ ഫിൽ ചെയ്ത് കൊടുക്കുക. അത് തികച്ചും പുതിയ നമ്പറാണ്. അത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പുതിയ നമ്പർ ഓൾറെഡി ഈ പറയുന്ന ഫോമിൻ്റെ മുകൾ ഭാഗത്ത് ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വേറൊരാൾക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ വ്യക്തിയുടെയും ഫോം ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഇടത് ഭാഗത്ത് ഈ ഫോമിൽ ഈ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ID കാർഡ് എടുത്ത് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. മാതാവിൻ്റെ പേരെന്ന് പറയുന്നത് കൊടുക്കാം. മാതാവിൻ്റെ ID കാർഡ് നമ്പർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ, മാരീഡ് ആണെങ്കിൽ അത് കൊടുക്കാം. പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും കൊടുക്കാം. ഇനി സെക്ഷൻ 2 നേരത്തെ പറഞ്ഞതുപോലെ അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശം, അതായത് 2002 നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ ബാധകമാണ്. ഇവിടെ കംപ്ലീറ്റ് പഴയ വിവരമാണ്. പഴയ വിവരം എന്ന് എടുത്തു പറയാൻ കാരണം പഴയ ID കാർഡ് നമ്പർ പോലുമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. കാരണം പുതിയ ID കാർഡ് നമ്പർ വ്യത്യാസമാണ് നമ്പർ. വോട്ടറുടെ പേര്, നിങ്ങളുടെ പേര് വിവരം ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ വോട്ടർ ID നമ്പർ അത് പഴയ ID കാർഡ് നമ്പർ ആയിരിക്കണം. ബന്ധുവിൻ്റെ പേരെന്ന് പറയുന്നത് നിങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ നിങ്ങൾക്ക് കൊടുക്കാം. അവരുടെ ബന്ധം പിതാവാണെങ്കിൽ അത് കൊടുക്കാം. അന്ന് 2002 നിങ്ങൾ എവിടെയായിരുന്നോ ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറും. സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 എന്ന് പറയുന്നത് 2002 നിങ്ങൾ വോട്ട് ചെയ്യാത്ത ഒരാളാണ്. അതിനൊരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ബന്ധു എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാവിനോ പിതാവിനോ 2002 വോട്ട് ചെയ്തിട്ടുണ്ടാവാം. മുഹമ്മദ് എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവ് അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ മുഹമ്മദ് എന്ന് ഞാൻ കൊടുക്കുന്നു. അവരുടെ ID കാർഡ് നമ്പർ, അവരുടെ പഴയ ID കാർഡ് നമ്പർ വേണം നമ്മളിവിടെ കൊടുത്തിരിക്കാൻ. ബന്ധുവിൻ്റെ പേരെന്ന് പറയുന്നത് ഈ പറയുന്ന കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ ബന്ധുവിൻ്റെ പേര്, അവരുടെ മാതാവോ പിതാവോ ആരാണോ അവരുടെ പേര് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. അവരുടെ ബന്ധം പിതാവാണെങ്കിൽ അത് കൊടുക്കാം. ജില്ല, സംസ്ഥാനം, നിയമസഭാ മണ്ഡലം, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറും. അന്ന് 2002 അവർ എവിടെയാണോ ചെയ്തിരിക്കുന്നത് ആ വിവരം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ അത് ഈസിയായി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് വീഡിയോയുടെ തുടർച്ചയായി ഞാൻ കാണിക്കുന്നതാണ്. വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഡിസ്ട്രിക്റ്റും മണ്ഡലവും തിരഞ്ഞെടുക്കാം. അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം ആ നമ്പറാണ് നേരത്തെ പറഞ്ഞ ക്രമ നമ്പർ, അതുപോലെ തന്നെ മണ്ഡലം നമ്പർ. എക്സാമ്പിളായിട്ട് ഒരാളുടേത് ഞാനിവിടെ കൊടുത്തിട്ട് കാണാം.